സൗദിയിൽ പുതിയതായിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വിസയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ഥാപനം തുടങ്ങുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും വേണ്ടത് ഒരു ഫോറിൻ കമ്പനി തന്നെയാണ്. ഒന്നുകിൽ ഒരു ഫോറിൻ കമ്പനിയുള്ള ആളായിരിക്കണം, അതല്ലെങ്കിൽ അവരുടെ മറ്റേതെങ്കിലും രാജ്യത്ത് മറ്റാരുടെങ്കിലും ഫോറിൻ കമ്പനി തന്നെയാണ് അതിൻ്റെ ഫസ്റ്റ് ക്രൈറ്റീരിയ. അത് 3 കൊല്ലം പഴക്കമുള്ള കമ്പനി ആയിരിക്കണം. അത് 2 കൊല്ലം 1.5 കൊല്ലം ഉള്ള കമ്പനികളെല്ലാം അംഗീകരിക്കുന്നുണ്ട്. നിയമത്തിൽ എഴുതി വെച്ചത് 3 കൊല്ലം പഴക്കമുള്ള കമ്പനി എന്ന് തന്നെയാണ്. ആ കമ്പനിയുടെ ഡോക്യുമെൻ്റ് അതാത് രാജ്യത്തിലുള്ള സൗദി കോൺസുലേറ്റ് അറ്റസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 1 to 3 വർക്കിംഗ് ഡേയ്സ് to 5 വർക്കിംഗ് ഡേയ്സിൽ അപ്രൂവൽ കിട്ടുന്നുണ്ട്. ഈ ഒരു സിസ്റ്റമാണ് ഇന്ത്യക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യൻ കോൺസുലേറ്റ് ത്രൂ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റം. ഇന്ത്യൻ കോൺസുലേറ്റ് ത്രൂ നമുക്ക് അവിടുന്ന് തന്നെ അപ്രൂവൽ, ഈ ആൾ സൗദിയിലേക്ക് വരാതെ തന്നെ ഈ കമ്പനിക്ക് അപ്രൂവൽ എടുത്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ നമ്മളെ കേസിൽ കൂടുതലും ഇവിടെ നിലവിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് നിലവിലുള്ള ബിസിനസ് സ്വന്തം പേരിലേക്ക് മാറ്റാനും മറ്റു കാര്യങ്ങൾക്കുമാണ് ഇവിടെ നിന്നുകൊണ്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. മറ്റേത് നമ്മൾ പുതിയ കമ്പനീസ്, ഇപ്പോൾ ഞങ്ങൾക്ക് യൂഷ്വലി വരുന്ന പുതിയ കമ്പനീസിൻ്റെ എൻക്വയറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവരെല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർ സൗദിയിലേക്ക് വരുന്നത് ആഫ്റ്റർ ദ ഗെറ്റിംഗ് ജനറൽ മാനേജർ വിസ. ഇതിൽ ഈ ഒരു കാറ്റഗറി അല്ലാതെ നിലവിൽ ഇൻലാൻഡ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അവരൊരു ഫോറിൻ കമ്പനി മിക്ക ആളുകൾക്കും ഉണ്ടാവില്ല. അപ്പോൾ അവർ പഴയ കമ്പനി വാങ്ങിയിട്ടോ എന്തെങ്കിലും ചെയ്ത് അവരുടെ പേരിലേക്ക് മാറ്റി അതിൻ്റെ ഡോക്യുമെൻ്റ് അറ്റസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് സ്വന്തം പേരിലേക്ക് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനം സ്പോൺസർ സമ്മതിക്കുകയാണെങ്കിൽ മാറ്റാൻ പറ്റും. അതിലും ട്രേഡിംഗ് കാറ്റഗറിക്കാർക്കാണ് നേരത്തെ പറഞ്ഞ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക. ബാക്കിയുള്ള ആളുകൾക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. ട്രേഡിംഗ് ആണെങ്കിലും ട്രേഡിങ്ങിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോറിൻ ഇൻവെസ്റ്റർ ഷുഡ് ബി ബ്രിങ് 20 മില്യൺ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. 20 മില്യൺ ക്യാപിറ്റൽ ഫോറിൻ ഇൻവെസ്റ്റർ കൊണ്ടുവന്നിരിക്കണം. അങ്ങനെയാണ് ഈ 27 മില്യൺ എന്നുള്ളൊരു നമ്പറിലേക്ക് എത്തിയത്. അല്ലാതെ 27 മില്യൺ മിനിമം ക്യാപിറ്റൽ എന്ന് ഗവൺമെൻറ് പറഞ്ഞതല്ല. ഗവൺമെൻറ് പറഞ്ഞത് മിനിമം 25% സൗദി പാർട്ട്ണർ പ്ലസ് 20 മില്യൺ ക്യാപിറ്റൽ ഫോറിൻ ഇൻവെസ്റ്റർ കൊണ്ടുവരണം. അപ്പോൾ അതൊരു കാൽക്കുലേഷനിലെത്തിയിട്ടാണ് 27 മില്യൺ ക്യാപിറ്റൽ എന്നുള്ളൊരു ക്രൈറ്റീരിയ വന്നത്. അപ്പോൾ ആളുകൾ പലരും പറയുന്നുണ്ട് അതൊന്നും പ്രശ്നമല്ല, അതൊന്നും ആരും ചോദിക്കുന്നില്ല. അത് ചോദിക്കുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ അതെപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ അത് ചോദിക്കുന്നില്ല എന്നുള്ള 100% വിശ്വാസത്തോടു കൂടിയല്ല നമ്മൾ ബിസിനസ് ചെയ്യേണ്ടത്. അത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ടേൺ ഓവറും കാര്യങ്ങളും നല്ല രീതിയിലൊക്കെ ഉള്ള കമ്പനിയാണെങ്കിൽ ചോദിക്കുന്നില്ല, ശരിയാണ്. പക്ഷേ 27 മില്യണുള്ളൊരു കമ്പനി ആകെ 10 ലക്ഷത്തിൻ്റെ അല്ലെങ്കിൽ 1 മില്യൻ്റെ ബിസിനസ് ഇയർലി ചെയ്താൽ പോരല്ലോ. ആ ഒരു ലോജിക്കോട് കൂടി വേണം കാര്യങ്ങൾ അതിനെ നോക്കിക്കാണാൻ.